അങ്ങനെ കുറച്ചധികം ദിവസം വീട്ടിലൊക്കെ പോയി നിന്നതിൻ്റെ ശേഷം എന്താ ഞാൻ മുണ്ടത്തിക്കൊടിക്ക് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം വന്നിട്ട് ഞാനിങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. എത്ര ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് വെച്ചെങ്കിലും പിന്നെയും വീട്ടിലിങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാനെന്താ എൻ്റെ വേഷമൊക്കെ മാറിയിട്ട് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുകൊണ്ട് തന്നെ ഇതിപ്പോൾ അധികം ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് അടിച്ചൊരു തുടയ്ക്കാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അധികം പൊടി എന്നല്ല, പൊടി നമുക്കിങ്ങനെ കാണുമൊന്നുമില്ല. പക്ഷെ തുടയ്ക്കുമ്പോഴാണ് വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം, പിന്നെ അതൊരു ബ്ലാക്ക് കളറിലാവും കേട്ടോ തുടച്ച് കഴിയുമ്പോഴേക്കും. എന്നും അടിച്ചൊരു തുടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളത്തിന് ചളിയുടെ നിറമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് തുടയ്ക്കണോണ്ടാ തോന്നുന്നു. പൊടിയൊന്നും നമുക്ക് കാണുന്നില്ല വെച്ചെങ്കിലും വെള്ളത്തിന് നല്ല കളർ വ്യത്യാസം വരും. വെള്ളം ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ പോലെ ആവും. അതൊക്കെ അടിച്ചൊരു തുടച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വർക്ക് ഏരിയയാണ് തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പൊടിയുള്ളത്. ഈ ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പൊടി പാറിയിട്ട് കാറ്റടിച്ചിട്ടൊക്കെ. അപ്പോൾ ഇവിടെ ശരിക്കും നല്ല പൊടിയുണ്ട് കേട്ടോ. അതുപോലെ ഉമ്മർത്തും. പിന്നെ അതാ പല്ലിക്കാട്ടം. എവിടെ നിന്നാണ് ഇത്ര അധികം പല്ലി വരുന്നതെന്ന് അറിയില്ല. ഫുള്ള് നെറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ പല്ലിക്ക് അല്ലെങ്കിൽ പ്രാണികൾക്കൊന്നും കയറാൻ പറ്റാത്ത വിധത്തിലുള്ള നെറ്റാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. എന്നിട്ട് അടക്കം എങ്ങനെയാണ് പല്ലികൾ വരുന്നതാണാവോ. അതേപോലെ തന്നെ എയർ ഹോളൊക്കെ നെറ്റ് അടിച്ചിട്ട് അടച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്ങനെ ഈ സംഭവം അകത്തേക്ക് വരുന്നതെന്ന് അറിയില്ല. തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതാ വർക്ക് ഏരിയയിൽ പാത്രമൊക്കെ കഴുകി വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. വെള്ളം വരാൻ വേണ്ടി വെക്കുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കാം കേട്ടോ. അവിടെയൊക്കെ ഇതേപോലെ പല്ലിയുടെ കാഷ്ടിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്ര അറപ്പുള്ള സാധനം വേറെ ഒന്നുമില്ല. അതാണ് വെച്ചെങ്കിൽ നിറച്ച് വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ പുറത്തുനിന്ന് കാറ്റടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് കപ്പായിട്ട് വെള്ളം അവിടെയൊക്കെ ഞാൻ ഒഴിച്ചിട്ട് അങ്ങനെ വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പൊടിയൊക്കെ കണ്ട് പോകുമല്ലോ അതിന് വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഞാൻ പാത്രം കഴുകുന്ന പാത്രമൊക്കെ വെക്കുന്ന ആ ട്രേ ഞാൻ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാ അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഞാൻ അങ്ങോട്ട് തിരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ സ്റ്റവ് കണ്ടില്ലേ പൊടി. അത് പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ശരിക്കും അറിയാൻ പറ്റും. നമുക്ക് അവിടെ ചിത്രം വരയ്ക്കാം, അത്രയും പൊടി ഉണ്ട് അവിടെ. അപ്പോൾ ഇനി അവിടെയും കൂടി തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അമ്മയ്ക്ക് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും തന്നെ ഒരു സമയമാവും കേട്ടോ. ഇവിടെ സ്റ്റവും പിന്നെ മിക്സി, അതുപോലെ തന്നെ റൈസ് കുക്കറിൻ്റെ ആ ബോക്സില്ലേ, റൈസ് കുക്കറല്ല, റൈസ് തെർമല, എന്താ പറയുക, അരി തിളപ്പിച്ച് നമ്മൾ വയ്ക്കില്ലേ, ആ സംഭവത്തിൻ്റെ പാത്രമാണ് ഞാൻ അവിടെ വെച്ചുള്ളത്. അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് അവിടേക്ക് ഞാൻ തുടച്ചു. പിന്നെ അത് അടുക്കളയിലും അങ്ങനെ പൊടി ഉണ്ട് കേട്ടോ. കാണുമ്പോൾ ഒന്നും അറിയില്ല, പക്ഷേ തുടയ്ക്കുമ്പോൾ ശരിക്ക് അറിയാൻ പറ്റുന്നുണ്ട് പൊടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനെന്താ അതൊക്കെ ഒന്ന് എടുത്തിട്ട് തുടയ്ക്കുകയാണ്. പിന്നെ ഇപ്പോൾ അങ്ങനെ ചെറിയ ഉറുമ്പുകൾ കടിക്കണ ഉറുമ്പില്ലേ, ആ ഉറുമ്പ് നല്ല വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ എടുത്ത് നോക്കുമ്പോൾ പഞ്ചസാരയിലൊക്കെ ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിങ്ങനെ ചോക്കും വരച്ചിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ ഒരുവിധം എല്ലാ ഭാഗവും തുടച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അലമാരയിൽ കൊണ്ടുപോയി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് വെക്കുകയാണ്. പിന്നെ തിരുമ്പാനുള്ളത് ഞാൻ തിരുമ്പാട്ടിട്ടുണ്ട്. ബെഡിൽ വിരിച്ചിട്ടുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആകെ വിയർത്ത് കുളിച്ചിരിക്കുന്നത് ഞാൻ. അപ്പോൾ കുറച്ച് തലയിലൊക്കെ എണ്ണ തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് പിന്നെ ചീർപ്പായിട്ടൊന്ന് ചീന്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുടിയൊക്കെ നല്ല കൊഴിയുന്നുണ്ട്. അത് വേറൊരു വശം. ഇനി കൊഴിഞ്ഞ പൊടിയൊക്കെ താഴ്ന്ന് പെറുക്കിയെടുത്തിട്ട് വേഗം പോയി കുളിക്കട്ടെ കേട്ടോ. കുളിച്ച് വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അത് ആ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പിന്നെ ഭക്ഷണം കൊടുത്തുകൊണ്ട് പിന്നെ ആ കാര്യം നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. 1:30 ആയിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ. അപ്പോൾ എനിക്കാണെന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. വിശന്നിട്ട് ഇങ്ങനെ വയറിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര എന്തോ പോലെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വേഗം ഭക്ഷണം കഴിക്കാൻ നോക്കുക കേട്ടോ ഞാൻ. ചോറിലേക്ക് അമ്മ കടലപ്പേരിയും പിന്നെ സാമ്പാറുമാണ് കേട്ടോ വെച്ച് തന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറും കൂട്ടിയിട്ടാട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്. ഇത് പിന്നെ 2 നേരത്തേക്കുള്ള ചോറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അമ്മ 1 നേരത്തേക്കുള്ള ചോറാണ് വെച്ചിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചത്. പക്ഷേ എടുത്ത് നോക്കിയപ്പോഴാണ് ചോറ് സെപ്പറേറ്റ് ഒരു ഇലയിൽ പൊതിഞ്ഞിരിക്കുക. അപ്പോൾ ഇഷ്ടംപോലെ ചോറുണ്ട്. ഇനി രാത്രിക്കുള്ള ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രാത്രിക്കും പണിയൊന്നുമില്ല, ഈ ഭക്ഷണം തന്നെ കഴിച്ചാൽ മതി. ഇതാ പിന്നെ സീമോളൊന്നും ഒറ്റയ്ക്കാണ് ഭക്ഷണം കഴിക്കുന്നത്.